നമസ്കാരം, ഞാൻ ഡോക്ടർ ഹാപ്പി ദീപു, അമൃത ആയുർവേദ ക്ലിനിക്കിലെ കൺസൾട്ടന്റ് ആയുർവേദിക് ഫിസിഷ്യനാണ്. ഇന്ന് മെയ് 16 നാഷണൽ ഡെങ്കു ഡേ. ഈ വർഷത്തെ ഡെങ്കു ഡേയുടെ തീം എന്ന് പറയുന്നത് ഡെങ്കു പ്രിവെൻഷൻ ആൻഡ് അവർ റെസ്പോൺസിബിലിറ്റി ഫോർ എ സേഫർ ടുമാറോ. ഡെങ്കു വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഡെങ്കുവിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണർത്തേണ്ട ദിനം കൂടിയാണ് ഇന്ന്. ഈഡിസ് ഈജിപ്റ്റെ എന്ന കൊതുകാണ് ഡെങ്കു പരത്തുന്നത്. ഒരു വർഷം 50,000-ഓളം പേർ ഡെങ്കു ബാധിച്ച് മരണപ്പെടുന്നു. എവിടെയെല്ലാം കൊതുകുകളുണ്ടോ അവിടെയെല്ലാം ഡെങ്കു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏഡിസ് ഈജിപ്റ്റെ എന്ന് പറയുന്ന ഈ കൊതുക് ചിക്കൻ ഗുനിയ, സിക്ക് രോഗം പോലത്തെ രോഗങ്ങൾ കൂടെ പരത്തുന്നതാണ്. എങ്ങനെയൊക്കെ നമുക്ക് ഡെങ്കു വരാം? ഒന്ന്, നമ്മുടെ ഏഡിസ് ഈജിപ്റ്റയുടെ കൊതുകിന്റെ കടി കൊണ്ട് നമുക്ക് ഡെങ്കു ഫീവർ വരാം. അതുപോലെ നമ്മൾ ബ്ലഡ് ഒരാളിൽ നിന്ന് ഡെങ്കു ഫീവർ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ബ്ലഡ് സ്വീകരിക്കുകയാണെങ്കിലും അങ്ങനെ നമുക്ക് വരാം. പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും ഡെങ്കു പകരാവുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഇത് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്? ഈഡിസ് ഈജിപ്റ്റെ എന്ന് പറയുന്ന കൊതുകിന്റെ സലൈവറി ഗ്ലാൻഡിലാണ് ഈ വൈറസ് സ്ഥിതി ചെയ്യുന്നത്. അത് കടിക്കുന്നത് മൂലം അത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, ശരീരത്തിലെ വെള്ള രക്തകോശങ്ങളിലേക്ക് കടക്കുകയും പിന്നീട് അത് ലിവറിൽ ചെന്ന് ബോൺമാരയിലെത്തി അത് പിന്നീട് നമ്മുടെ കോശങ്ങളിലും ധമനികളിലും ചെന്ന് അതിലടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡ്സിന് ലീക്കേജ് ഉണ്ടാകുകയും അതുവഴി നമുക്ക് ലങ്സിൽ ബുദ്ധിമുട്ടുണ്ടാകുകയും അതുപോലെ തന്നെ കൈകാലുകളിൽ നീര് വെക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇത് ശരീരത്തിലേക്ക് ബാധിക്കുന്നത്. ഇനി ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതികഠിനമായ തലവേദന, പിന്നെ ആൾട്രാൾജിയ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിലെ ജോയിന്റ്സിലെല്ലാം അസഹനീയമായ വേദന. നമ്മൾ ഈ ഡെങ്കു ഫീവറിനെ ബ്രേക്ക് ബോൺ ഡിസീസ് എന്നും അതുകൊണ്ട് പറയും. എല്ലുകൾ ഒടിയുന്ന പോലത്തെ ഒരു വേദനയാണ് അനുഭവപ്പെടുന്നത്. പിന്നെ മയാൾജിയ, ബോഡിയിലെ എല്ലാ മസിൽസുകളിലും അതിശക്തമായ വേദന അനുഭവപ്പെടുക. പിന്നെ റെട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും. അതായത് നമ്മുടെ കണ്ണിന്റെ പുറകില് അതിസഹനീയമായ വേദന അനുഭവപ്പെടുക. ഇതാണ് ഈ പ്രധാന ഡെങ്കുവിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഡെങ്കു കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം ടെസ്റ്റുകളാണ് ചെയ്യുന്നത്? പ്രധാനമായി NS1 ടെസ്റ്റ്, പിന്നീട് ഒരു 5 തൊട്ട് 14 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നമ്മുടെ IgM ടെസ്റ്റ്, അതായത് ബോഡിയിലെ ആന്റിബോഡീസിനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ പോളിമർ ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്, PCR എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നു. പ്രധാനമായിട്ട് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ടെസ്റ്റാണ് NS1 ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡെങ്കു വന്നുകൊണ്ട് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്? DHF എന്ന് പറയും. അതായത് ഡെങ്കു ഹെമറേജിക് ഫീവർ, അതികഠിനമായ പനി, 101 ഡിഗ്രി മേളിലേക്ക് പനി വരികയും ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ്സ് ലീക്കേജ് ഉണ്ടായിട്ട് ശ്വാസം മുട്ടൽ പോലത്തെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നീര് ശരീരത്തിൽ ഉണ്ടാവുകയും കൗണ്ട് കുറഞ്ഞു പോകുന്നൊരവസ്ഥ. പിന്നെ ഡെങ്കു ഹെമോസൈക്ലിക് ഷോക്ക് എന്ന് പറയും. അതായത് നമ്മുടെ BP കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പിന്നെ എൻസെഫലൈറ്റിസ് ഉണ്ടാകുന്നു, തലയിൽ ഫ്ലൂയിഡിന്റെ ഫോർമേഷൻ കൂടുതലായിട്ട് വരുന്നു. പിന്നെ മയോകാർഡൈറ്റിസ് ഉണ്ടാകുന്നു. പിന്നെ ന്യൂമോണിയ പോലത്തെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി കുറയുകയാണ്, അല്ലെ? പ്ലേറ്റ്ലെറ്റ്സ് കുറയുകയും ചെയ്യുന്നു, നമ്മുടെ പ്രതിരോധ ശക്തി കുറയുകയും ചെയ്യുന്നു. അപ്പൊ പ്രതിരോധ ശേഷി കൂടാൻ തക്ക ആഹാരങ്ങൾ നമ്മൾ എടുക്കണം. അതിൽ ഏറ്റവും അടങ്ങിയതാണ് വൈറ്റമിൻ എയും വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ. അതിൽ പ്രധാനമായി പപ്പായയുടെ ലീഫിന്റെ എക്സ്ട്രാക്ട് കഴിക്കുന്നതും നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാൻ നമ്മളെ സഹായിക്കുന്നു. ഇനി വരുന്നത് മഴക്കാലമാണ്. അപ്പം നമ്മൾ ഈ ചൂടിന്റെ ഒരു ഇതിൽ നിന്ന് നമ്മൾ മഴക്കാലം ഇപ്പോഴും കേസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലമാകുമ്പോൾ ഈ കൊതുക് ഏറ്റവും കൂടുതൽ മുട്ടയിടുന്നത് ശുദ്ധജലത്തിലാണ്. അപ്പോൾ എവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നു അവിടെ നമ്മൾ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്ത് കളയുക. പിന്നെ ടാങ്ക് പോലെയുള്ളത് ഫുൾ കവർ ചെയ്ത് യൂസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ കൊതുക് കടിക്കാതിരിക്കാൻ ഫുൾ കവർ ഡ്രസ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. ഫ്ലവർ പോട്ട്സിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ശ്രദ്ധിച്ച് അത് കളഞ്ഞ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ അപരാജിത ധൂമചൂർണം പോലത്തെ ചൂർണങ്ങൾ അല്ലെങ്കിൽ കുന്തിരിക്കൽ വീട്ടിൽ ഡെയിലി പുകയ്ക്കുന്നത് കൊതുകിന്റെ ശല്യം ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്നു.